ഈ യേശു ഗിരിപ്രഭാഷണത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, എങ്ങനെ ഉപവസിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ നിങ്ങൾ കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന മുമ്പേ നിങ്ങൾ എങ്ങനെ കൊടുക്കരുത് എന്ന നിലയിലാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതേപോലെ പിന്നെ പരീശൻ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, നിങ്ങളെങ്ങനെയായിരിക്കണം. അതേപോലെ ആരാണ് നല്ല സ്നേഹിതൻ, എല്ലാവരും കാണത്തക്കവണ്ണം കാഴ്ച അർപ്പിച്ചവർ വിധവയിട്ട 2 കാശ്. അതേപോലെ ഒരു നാഴിക നടക്കുവാൻ ഒരാൾ നിർബന്ധിച്ചാൽ ഒന്നുകൂടെ സെക്കൻഡ് മൈൽ. അപ്പൊ ഈ നിലയിലൊക്കെ ബുദ്ധിക്കതീതമായ പ്രായോഗികമായ ആത്മീക സന്ദേശം യേശു ഇവിടെ വെളിപ്പെടുത്തി. അതിനെ അതിൻ്റെ സത്യസന്ധപരമായ സാരാംശത്തിൽ വേരൂന്നി ഏറ്റെടുത്ത് ജീവിക്കുന്ന കൂട്ടം ഇവിടെ വളരെ വിരളമാണ്. ഉള്ളവരെല്ലാം ഇതിൻ്റെ ബാഹ്യമായ പുറം അക്ഷരമാലകളിൽ പ്രാപിച്ച് അഭിനയ വ്യാജഭാവ മിമിക്രി മോണോക്ട് തലങ്ങളിലൊക്കെ മുഖത്തെ പിന്നെ വെളിപ്പെടുത്തിയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് അധികം പേരും. നമ്മൾ ഈ ദൈവദാസന്മാർ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്കിവിടെ ഉണ്ട്, ദൈവഭൃത്യന്മാർ. അപ്പോഴേ ഇന്നിവിടെ അപവാദം കേൾക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അപവാദം കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരിങ്ങനെ ചെയ്തു, അവരുടെ ഫോൺ കോളുകൾ, അത് കഴിഞ്ഞ് ഇവർക്കെതിരെ സ്ത്രീകൾ പരാതി കൊടുത്തു, പിന്നെ എന്താണ് വിവാഹ വാഗ്ദാനം നൽകി, അല്ലെങ്കിൽ വിസ കച്ചവടം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഡിവോഴ്സായി, പിന്നെ ഇവർക്ക് പ്രസവിക്കാൻ എന്ത് യോഗ്യത. അപ്പോൾ ഇന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലും നിയമപരമായിട്ടും ഒക്കെ പരസ്യകോലാഹലം ആകത്തക്കവണ്ണം പല ദൈവദാസന്മാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ, ബിഷപ്പുമാരൊക്കെ പുറത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അതിൽ അപൂർവം പേർ ഇവരുടെ ഈ കുറ്റാരോപണങ്ങളിൽ അടിച്ചമരപ്പെട്ട് ഈ അന്തരീക്ഷത്തിൽ നിന്ന്, സമകാലിക അന്തരീക്ഷത്തിൽ നിന്ന് മറയപ്പെട്ടിട്ടുണ്ട്. കുറച്ചു പേർ മാത്രം വിളങ്ങി ഇന്നും ശോഭിക്കുന്നുമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇബ്രായർക്ക് ലേഖനത്തിൽ ചിലർ എന്നൊരു ഗ്രൂപ്പ് പറയുന്നുണ്ട്. അത് നോർമൽ ആൾക്കാരാണ്. പക്ഷെ വേറെ ചിലർ, മറ്റു ചിലർ, അപ്പോൾ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്ന ചിലർ, അതേപോലെ രക്തസാക്ഷിത്വം വഹിക്കുന്ന, ഒരു ദിവസം മരിച്ചു, യേശുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതിനേക്കാളും ജീവിക്കുക, ഓരോ ദിവസവും മാനസികമായി രക്തസാക്ഷിത്വം വഹിക്കപ്പെടുന്ന ഒരു കൂട്ടം പേരുണ്ട്. ഞാൻ ഇന്ന് ആ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അനേകർ പത്രോസിനോട് പറഞ്ഞ്, ഈ കോതമ്പ് പാറ്റും പോലെ പല പ്രാവശ്യം പാറ്റുവാൻ നിന്നെ നോക്കി, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു, കാരണം നീ പിന്മാറിപ്പോകുമായിരുന്നു, നീ ആത്മഹത്യയുമായിരുന്നു. അപ്പോൾ അതേപോലെ ഇന്നും ഈ കോതമ്പ് പാറ്റും പോലെ പാറ്റലുകളിൽ വഴങ്ങപ്പെട്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ അപവാദ വിഷയമായി തീർന്ന അനേക ദൈവദാസന്മാർ, പാസ്റ്റർമാർ, പുരോഹിതന്മാർ ഇന്നിവിടെയുണ്ട്. അവരുടെ അകത്തുള്ള ചിലപ്പോൾ കാരണം കൊണ്ടായിരിക്കാം, കാരണമില്ലാതെയായിരിക്കാം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ചില ബലഹീനതകളിലൂടെ കടന്നു വന്നതായിരിക്കാം. പക്ഷേ ഇന്ന് ഒരു അപവാദവും കേൾക്കാതെ, ഒരു കുറ്റാരോപണവും കേൾക്കാതെ, മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെയൊക്കെ വീണവരെയൊക്കെ വിമർശിച്ച്, ഞാൻ വിശുദ്ധൻ, ഞാൻ മാന്യൻ, എൻ്റെ കുടുംബം നോക്ക്, എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം പേർ ഇവിടെയുണ്ട്. അവരെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ എന്ന് പറയുന്നത് നോർമൽ ലൈഫ്. നിങ്ങളെയൊക്കെ പാറ്റാൻ പിശാച് നോക്കിയിരുന്നെങ്കിൽ ദൈവത്തിനറിയാം നീയൊക്കെ അഡ്രസ് ഇല്ലാതെ പോകുമായിരുന്നു. നിങ്ങളൊക്കെ ഇന്ന് ഓൾമോസ്റ്റ്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാൻ വിശുദ്ധനാണ്, ഭൂലോക വിശുദ്ധനാണ് ഞാൻ തെറ്റ്. ഇന്ന് പലരും ഞാൻ വീണില്ല എന്ന് പറയുന്നതെല്ലാം എന്താണ്, അവനോട് ഞാൻ വീണില്ല, വ്യഭിചാരം ചെയ്തില്ല എന്നാണ്. ഇതാണ് പറയുന്നത്. വ്യഭിചാരം ചെയ്യാത്തതിന്റെ കാരണം, ഒന്ന് നീ പോലീസ് പിടിക്കും, 2 നരകത്തിൽ പോകുന്ന പേടി. അതുമല്ല,
ചിലത് അതിനൊരു കൃപ എന്നല്ല, അതിനൊരു ജഡീകമായ ഒരു ഇത് വേണ്ടേ, അതില്ലാത്തതുകൊണ്ടായിരിക്കാം പലതും. പക്ഷേ ഈ ഒരു 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 ഈ പറയുന്ന തെറ്റുകളൊന്നും ചെയ്യാതെ വെള്ളയൊക്കെ ഇട്ട് കുറ്റാരോപണം നടത്തുന്ന നിങ്ങളെക്കാളും ശ്രേഷ്ഠന്മാരാണ് പലതിലും ഇന്ന് കുറ്റാരോപണം നടത്തപ്പെട്ട്. ചിലപ്പോൾ അവരറിഞ്ഞ വിഷയമായിരിക്കില്ല, ചിലപ്പോൾ അവർ ഡിവോഴ്സ് ആയിരിക്കാം, അതിന് കാരണം അവരുടെ ഭാഗത്ത് ന്യായമായ കാരണമുണ്ടായിരിക്കാം, അവർ നീതിയിൽ നിലനിന്നവരായിരിക്കാം സാഹചര്യം കൊണ്ട്. പക്ഷെ ഇതെല്ലാം കുറ്റാരോപണങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും ഉണ്ട്. അനേകർ ഈ അഡ്രസ്സ് നിങ്ങൾ പറഞ്ഞ ഈ കളത്തിൽ സുവിശേഷ ഗോളത്തിലിരുന്ന് അപ്രത്യക്ഷമാകുമ്പോൾ വേറെ ചിലർ, മറ്റു ചിലർ ദിനംതോറും രക്തസാക്ഷിത്വം മാനസികമായി അനുഭവിക്കുന്ന മറ്റു ചിലർ, അവരെ കുറിച്ച് ഞാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം പേർ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ നിന്റെ ഭാര്യ നിന്നെ വിട്ടിട്ട് പോയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് നിന്നെ വിട്ടിട്ട് പോയായിരിക്കാം, അല്ലെങ്കിൽ നിനക്കെതിരെ ചില പ്രത്യേക വിഷയങ്ങളെ പറഞ്ഞ് അപമാനം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ചെയ്യാത്ത വിഷയങ്ങളെ ആരോപിച്ച് നീ നിരപരാധിയായിരിക്കാം. ഇതൊക്കെ എല്ലാ ആക്ഷേപങ്ങളും നീ ഇതൊക്കെ ചെയ്തു എന്ന് ഇന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേർ. നിനക്കത് ചെയ്തത് കൊണ്ട് നിന്നെ മീറ്റിംഗ് നിരോധിച്ചിരിക്കാം, നിന്നെ ഇന്നും ആ മുദ്ര കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, വേറെ ചിലർ ഈ മാന്യന്മാർ, വേറെ ചിലർ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കപ്പെട്ടവർ, പക്ഷെ ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിൽ മരണം, നിങ്ങളിൽ ജീവൻ. കൂടുതൽ മുറിഞ്ഞവന് കൂടുതൽ ജീവൻ ഉണ്ടായിരിക്കും. കൂടുതൽ മുറിഞ്ഞവൻ എല്ലാവർക്കുമല്ല, കഷ്ടത എല്ലാവരെയും പിന്നാക്കില്ല. കഷ്ടതയിലൂടെ കടന്നു പോയി ദൈവോന്മുഖമായി, കഷ്ടതയിൽ മുറുമുറുത്തും ആകുലപ്പെട്ടുമല്ല, പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും പിന്മാറിയും അല്ലെങ്കിൽ ചീത്ത വിളിച്ചും ഇനി എന്തൊരു ജീവിതം എന്ന് പറഞ്ഞിട്ടില്ല. കഷ്ടതയിലൂടെ ദൈവോന്മുഖമായി പോകുന്നവൻ, അവൻ പൊന്നായി പുറത്തു വരും. അവൻ്റെ അകത്ത് ജീവനുണ്ടായിരിക്കും, അവൻ്റെ വാക്കിന് മൂർച്ചയുണ്ടായിരിക്കും. ചരിത്രത്തെ, ലോകരാജ്യത്തെ പിടിച്ചു കുലുക്കുവാൻ, സമൂഹത്തെ, രാഷ്ട്രത്തെ പിടിച്ചു കുലുക്കുന്ന ചരിത്രമായി തീരുവാൻ അവരെ കൊണ്ട് കഴിയും. മറ്റു ചിലർ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ മറ്റ് മാന്യന്മാരെല്ലാം വിമർശിക്കുന്ന, അല്ലെങ്കിൽ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന നിങ്ങളാണ് ശ്രേഷ്ഠൻ. ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളാണ് ശ്രേഷ്ഠൻ. ദൈവം പലരെയും തിരഞ്ഞെടുത്തപ്പോൾ, പലരെയും നീതീകരിച്ചപ്പോൾ, പലരെയും വിധി നിർണയം നടത്തിയപ്പോൾ ദൈവം ഈ നിലകളിൽ കണ്ടു. കാരണം പറഞ്ഞില്ലേ, നിന്റെ മനസ്സ് ദൈവത്തിനറിയാം. നിനക്ക് ഇങ്ങനെ ഒരു പരിഹാസം കേട്ടാലും, നിന്ന കേട്ടാലും, ആക്ഷേപം കേട്ടാലും, നിന്നെ സുവിശേഷ പാസ്റ്റർമാർ നിന്നെ മീറ്റിങ്ങിന് വിളിച്ചില്ലെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധം നീ നഷ്ടപ്പെടുത്തി കളയില്ല. പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ ഹമാക്ഷ്യ, ലക്ഷ്യം തെറ്റുക. പാപം എന്ന് പറയുന്നത് നമ്മുടെ കുറെ സദാചാര വിഷയങ്ങളല്ല, ലക്ഷ്യം. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ വിഷയം നിന്റെ ജീവിതത്തിൽ വന്നാലും ലക്ഷ്യമെന്ന് പറയുന്ന അടിസ്ഥാനം, മാർഗം, ലക്ഷ്യം, അത് വിട്ട് നീ മാറിപ്പോകത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ ഈ മാന്യന്മാരെന്ന് പറഞ്ഞ് ഇന്ന് ലോകത്തിൽ വിശുദ്ധന്മാരെന്ന് പറയുന്നവർക്ക് ഇതിൽ ഒരു തരി കഷ്ടത അവർക്ക് കൊടുത്തു തരുന്നെങ്കിലും ഉണ്ടല്ലോ, ആ മരുന്ന് അഡ്രസ്സ് കാണില്ല, ആത്മഹത്യ ചെയ്യുമായിരുന്നു, ഭൂമിയുടെ പരപ്പിൽ കാണില്ല, ഡിപ്രഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം നോക്കി വരുമ്പോൾ പാപത്തെ അനുകൂലിച്ച ഒന്നുമല്ല. പക്ഷേ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട്, അപമാനമേൽക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, ഒതുക്കപ്പെട്ട്, നിരാകരിക്കപ്പെട്ട്, തഴയപ്പെട്ട് 100 ചോദ്യങ്ങളിലും അപമാനങ്ങളിലും മഞ്ഞപത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഞാനൊക്കെ ഉൾപ്പെടെയുള്ള പലരെയും വിമർശിച്ചിട്ടുണ്ട്. ഒക്കെ വിമർശന വിധേയപ്പെട്ടവരായിരിക്കാം നിങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വിമർശിക്കുന്നവരെക്കാളും അല്ലെങ്കിൽ മാന്യന്മാരെന്ന് പറയുന്നവരെക്കാളും, ഒരു ദിവസം കൊണ്ട് ദൈവത്തിന് വേണ്ടി മരിച്ചവരെക്കാളും ദിനംതോറും ദൈവത്തിന് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന, മാനസികമായി ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനുമെന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെത്ര ശ്രേഷ്ഠർ. നിങ്ങളെ നോക്കിയായിരിക്കാം ദൈവം പറയുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, എൻ്റെ നീതിമാൻ, എൻ്റെ സ്നേഹിതൻ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ നിലയിൽ നിലനിൽക്കുന്ന, കഷ്ടതയിലൂടെ കടന്നുപോയി, തീച്ചൂടെ കടന്നുപോയിട്ടും നിലനിൽക്കുന്ന, ദൈവോന്മുഖമായി നിലനിൽക്കുന്ന നിങ്ങളുടെ ഉള്ളത്തിൽ സിദ്ധതയും സഹിഷ്ണുതയും സഹോദരപ്രീതിയും സ്ഥിരതയും സ്നേഹവും തികവും ഭയരഹിതമായ മാനസികാവസ്ഥയും ഉണ്ടായിരിക്കും. നിങ്ങളിലൂടെ ആയിരിക്കാം അവസാന കാലഘട്ടത്തിലെ ഉണർവ് എന്ന ഒരു പദം. അത് പബ്ലിസിറ്റിയിലൂടെ ആയിരിക്കില്ല, അത് സൈലന്റ് ആയിരിക്കും. അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഒരു ബറ്റാലിയനെ എന്ന് പറഞ്ഞാൽ ദൈവം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു ബറ്റാലിയനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മാന്യന്മാർ, പരീശന്മാർ,
മറ്റുള്ളവരെ കുറ്റം വീഴ്ചുകൊണ്ടിരിക്കുന്ന യവന്മാരുണ്ടായിരിക്കാം. യവന്മാരൊക്കെ എല്ലാം മുൻനിരയിൽ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, അവിശ്വസ്തരായി തീരുമ്പോൾ, മുറിവേൽക്കപ്പെട്ട കോതമ്പ് പാറ്റും പോലെ പല പ്രാവശ്യം പാറ്റലിൽ നിന്ന് പിടിച്ചു നിന്ന, കഷ്ടതയിൽ ദൈവത്തെ പിടിച്ചു നിന്ന്, വിശ്വാസം അല്പമേ ശക്തി ഉണ്ടായിരുന്നുവെങ്കിലും നാമനിഷേധ വിശ്വാസം കാത്തായിരിക്കുന്ന നിങ്ങളെ എവരുടെ അസാന്നിധ്യത്തിൽ ദൈവം അവസാന കാലഘട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങളെ മുൻപ് കൊണ്ട് നിർത്തി മാനിക്കും. ആ ഒരു ചെറിയ ഒരാട്ടിൻകൂട്ടം, ആ ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ബറ്റാലിയനെ ഈ സമൂഹം കാണാതെ പോകരുത്. നിങ്ങളുടെ കണ്ണിൽ, ദൃശ്യമായ കണ്ണുകളിൽ കുറ്റാരോപണം നടത്തി മഞ്ഞപത്രങ്ങളിലും ആക്ഷേപങ്ങളിലും ഒക്കെ അവരെ വിമർശിച്ച് ഒതുക്കിയെന്നിരിക്കാം. പക്ഷെ ഇവർ ഒതുങ്ങിപ്പോകത്തില്ല. കാരണം അവർ കണ്ടത് ഈ ഭൂമിയിലുള്ളതായിരിക്കത്തില്ല. അങ്ങനെയുള്ള ദൈവഭൃത്യന്മാർ ഇന്നും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവരുടെ അകത്ത് ഇരിക്കുന്ന വാക്കിന്റെ മൂർച്ച, ജീവൻ മറ്റുള്ളവരെക്കാളും എത്രയോ ആഴമാണ്, എത്രയോ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. God bless you.